നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒട്ടനവധി ഗുണങ്ങളും പോഷകമൂല്യങ്ങളുടെയും കലവറയാണ് പപ്പായ. നമ്മുടെ നാട്ടിൽ യഥേഷ്ടം ലഭ്യമായതും നാം വളരെ നിസ്സാരമായി കാണുകയും ചെയ്യുന്ന പപ്പായ ആരോഗ്യസമ്പന്നമായ പഴങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും പപ്പായ അടുക്കളത്തോട്ടങ്ങളിലും തൊടികളിലും തന്നെ സാധാരണയായി കണ്ടുവരുന്ന നല്ലൊരു ഫലമാണ്. പക്ഷേ അതിന്റെ അസാധാരണമായ ആരോഗ്യ ഗുണങ്ങൾ പലർക്കും അറിയാതെ പോകാറുണ്ട്. പപ്പായയുടെ പ്രധാന ഭാഗം വെള്ളം തന്നെ ആയതിനാൽ ഇത് ശരീരത്തിന് ഒരു മികച്ച ഹൈഡ്രേഷൻ സ്രോതസ്സാണ്. അതോടൊപ്പം തന്നെ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പാപ്പൈൻ എന്ന എൻസൈം അതിനെ മറ്റു പഴങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു മരുന്ന് പോലെയുള്ള ഗുണമാണ്. ഈ എൻസൈം ഭക്ഷണം വേഗത്തിൽ പിരിച്ചെടുക്കാൻ സഹായിക്കുന്നതുകൊണ്ട് ദഹന പ്രക്രിയയെ അതിശക്തമായി മെച്ചപ്പെടുത്തുന്നു. അജീർണം, വയറുവേദന, പുളിച്ചു തികട്ടൽ തുടങ്ങിയവ അനുഭവിക്കുന്നവർ ദിവസവും പപ്പായ കഴിക്കുമ്പോൾ വളരെ വേഗത്തിൽ പുരോഗതി കാണാം. കൂടാതെ പപ്പായയിലാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ സി ഏറ്റവും ശക്തമായി ലഭിക്കുന്നത്. ഒരു ചെറുതായി മുറിച്ച പപ്പായ കഷ്ണത്തിൽ തന്നെ ഒരു ദിവസത്തിന് ആവശ്യമായ 90 മുതൽ 100% വരെ വിറ്റാമിൻ സി ലഭിക്കും. ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെറിയ അണുബാധകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ചുമ, പനി, സീസണൽ ഇൻഫെക്ഷനുകൾ എന്നിവ കുറയ്ക്കുന്നതിൽ പപ്പായയ്ക്ക് വലിയ പങ്കുണ്ട്. പപ്പായയിലെ ആന്റി ഓക്സിഡന്റുകൾ, പ്രത്യേകിച്ച് ബീറ്റാ കരോട്ടിൻ, ലൈക്കോപ്പിൻ, വിറ്റാമിൻ എ, സി എല്ലാം ഒരുമിച്ച് ചർമ്മത്തെ തിളക്കമുള്ളതാക്കുകയും പുതുജീവൻ നൽകുകയും ചെയ്യുന്നു. ചർമ്മത്തിലുണ്ടാകുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ് എന്നിവ കുറയ്ക്കുന്നതിലും പപ്പായ സഹായിക്കുന്നുണ്ട്. പലരും വീട്ടിൽ തന്നെ പപ്പായ മാഷ് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ബ്യൂട്ടി തെറാപ്പി ചെയ്യാറുണ്ട്. ഇതിലൂടെ ഡെഡ് സ്കിൻ നീക്കം ചെയ്ത് സ്കിൻ സോഫ്റ്റും സ്മൂത്തും റേഡിയന്റും ആകുന്നു. പപ്പായയിലെ വെള്ളവും വിറ്റാമിനുകളും സ്കിൻ ഹൈഡ്രേഷൻ വർദ്ധിപ്പിക്കുകയും സൺ ഡാമേജ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഹൃദയാരോഗ്യത്തിൽ പപ്പായയുടെ പങ്ക് വളരെ വലുതാണ്. പപ്പായയിലെ ഫൈബർ മോശം കൊളസ്ട്രോൾ കുറയ്ക്കുകയും രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. പൊട്ടാസ്യം ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. സ്ഥിരമായി പഴങ്ങൾ കഴിക്കുന്നില്ലാത്തവർ പപ്പായയെ അവരുടെ ഫുഡ് റൊട്ടീനിൽ ചേർത്താൽ ഹൃദയാരോഗ്യത്തിന് വൻ മാറ്റം കാണാനാകും. പോഷണക്കുറവുള്ളവർക്ക് പപ്പായ ഒരു പെർഫെക്റ്റ് ഫുഡ് ആണ്. ഇത് കുറഞ്ഞ കലോറി ഉള്ളതും ഫൈബറിൽ സമ്പന്നവുമാണ്. 100 ഗ്രാം പപ്പായയിൽ 43 കലോറി മാത്രമേ ഉണ്ടാവൂ. എന്നാൽ അതിലെ ഫൈബർ കാരണം വയറ് നിറഞ്ഞതുപോലെ തോന്നും. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ഡയറ്റിൽ ഇത് സ്ഥിരമായി ശുപാർശ ചെയ്യപ്പെടുന്നു. കൂടാതെ പപ്പായയിൽ ഉള്ള എൻസൈമുകൾ ശരീരത്തിൽ നിന്നുള്ള വേസ്റ്റും ടോക്സിൻസും നീക്കം ചെയ്യുന്നതിനാൽ മെറ്റാബോളിസം മെച്ചപ്പെടുന്നു. അതിനാൽ ഇത് ആരോഗ്യകരമായ രീതിയിൽ ഭാരം കുറയ്ക്കാനും സഹായമാണ്. കണ്ണിന്റെ ആരോഗ്യവും പപ്പായയുടെ മറ്റൊരു പ്രധാന ഗുണമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. കണ്ണ് വരണ്ടു പോകുന്നവർ, രാത്രി കാഴ്ച കുറയുന്നവർ എന്നിവർക്ക് പപ്പായ സഹായകരമായിരിക്കും. കരളിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിലും പപ്പായ അതിശക്തമായി പ്രവർത്തിക്കുന്നു. ഭക്ഷണം ദഹിപ്പിക്കുന്നതിനും ശരീരത്തിൽ നിന്നുള്ള വിഷപദാർത്ഥങ്ങൾ ലിവർ വഴി പുറത്താക്കുന്നതിനും പപ്പായ സഹായിക്കുന്നു. ഫാറ്റി ലിവർ ഉള്ളവർക്ക് പപ്പായ കഴിക്കുന്നത് ഗുണകരമാണ്. ശരീരത്തിലെ അണുബാധ കുറയ്ക്കാനും സന്ധിവേദനകൾ കുറയ്ക്കുന്നതും പപ്പായയുടെ ഒരു പ്രധാന ഗുണമാണ്. ഇതിൽ ആന്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. അർത്രൈറ്റിസ്, ജോയിന്റ് പെയിൻ, മസിൽ സ്റ്റിഫ്നെസ് ഉള്ളവർക്ക് ഇത് ഒരു പ്രകൃതിദത്ത സപ്പോർട്ട് ആയിരിക്കും. മൂത്രാശയ ആരോഗ്യവും ഡൈജഷൻ ഹെൽത്തും പപ്പായയിലൂടെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ കഴിയും. ഇതിലൂടെ ഗ്യാസ്, അസിഡിറ്റി, കോൺസ്റ്റിപ്പേഷൻ, ബ്ലോട്ടിംഗ് എന്നിവയിൽ ആശ്വാസം ലഭിക്കും. പോഷക ഘടകങ്ങളിലേക്ക് പോയാൽ പപ്പായയിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ എ, ഫോളേറ്റ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫൈബർ എന്നിവയ്ക്ക് പുറമെ ചെറിയ അളവിൽ കാൽസ്യം, ഇരുമ്പ്, വിറ്റാമിൻ ഇ, കെ എന്നിവയുമുണ്ട്. ഇതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് മിതമായതിനാൽ പ്രമേഹമുള്ളവർ മോഡറേറ്റ് അളവിൽ കഴിക്കുന്നത് ശരീരത്തിന് ദോഷകരമല്ല. പ്രമേഹമുള്ളവർ മിതമായ അളവിൽ കഴിക്കുന്നത് ശരീരത്തിന് ദോഷകരമല്ല. എന്നാൽ കൂടുതൽ അളവിൽ പപ്പായ കഴിക്കുന്നത് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ബാലൻസ്ഡ് ഇൻടേക്ക് ഉത്തമമാണ്. ഓരോ ദിവസവും 100 മുതൽ 150 ഗ്രാം പപ്പായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന് വലിയ ആരോഗ്യ പ്രയോജനം നൽകും. പ്രത്യേകിച്ച് ദഹനക്കുറവ്, ഇമ്മ്യൂൺ വീക്ക്നെസ്, സ്കിൻ ഡൾനെസ്, കോൺസ്റ്റിപ്പേഷൻ, ഹെർട്ട് ഇഷ്യൂസ്,
വെയ്റ്റ് ലോസ് എന്നിവയുമായി ബുദ്ധിമുട്ടുന്നവർക്ക് പപ്പായ ഒരു കംപ്ലീറ്റ് നാച്ചുറൽ സൊല്യൂഷനാണ്. പപ്പായ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ, സാലഡിൽ, സ്മൂത്തീസിൽ, ഈവനിംഗ് സ്നാക്കായി അല്ലെങ്കിൽ ഡിന്നറിന് ശേഷം ഡെസേർട്ടായി കഴിച്ചാൽ ഡൈജഷനും സ്ലീപ്പ് ക്വാളിറ്റിയും മെച്ചപ്പെടും. ഈ ചെറിയ സാധാരണ കാണുന്ന പഴം തന്നെ നമ്മെ ദിനം പ്രതി ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ശക്തമായ ഒരു ഫുഡ് ആണ്. വീട്ടിൽ തന്നെ കിട്ടുന്ന പപ്പായയെ ശരിയായ രീതിയിൽ സ്ഥിരമായി കഴിച്ചാൽ ശരീരത്തിൽ നിന്ന് രോഗങ്ങൾക്കും അണുബാധകൾക്കും ഉള്ള പ്രതിരോധ ശേഷി അതിശക്തമായി ഉയരും. ചർമ്മം തിളങ്ങി കാണപ്പെടും, ഭാരം നിയന്ത്രിക്കപ്പെടും, വയറും ശ്വാസകോശവും കരളും വൃക്കകളും ഉൾപ്പെടെ എല്ലാ പ്രധാന അവയവങ്ങളുടെയും പ്രവർത്തനം കൂടുതൽ ഹെൽത്ത് ഫ്രണ്ട്ലി ആയി മാറും. അതിനാൽ പപ്പായ ഒരു പഴമല്ല, അത് നമ്മെ ശക്തമാക്കുന്ന ഒരു പ്രകൃതിദത്ത ആരോഗ്യ ശക്തിയാണ്. ഇന്നു മുതൽ പപ്പായ നിങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൂ. അതിലൂടെ ആരോഗ്യം വർദ്ധിപ്പിക്കൂ.